വാപ്പാന്ന് പറഞ്ഞ പടച്ചവനെ മക്കളെടുത്ത് മിണ്ടിക്കഴിഞ്ഞ എന്തോ അത്ഭുതം, എന്തോ ലോകം ഇടിഞ്ഞു വീഴുന്ന പോലെ, ഹിറ്റ്ലറെ പോലെയാ വാപ്പ നടക്കണേ. ആരോടും മിണ്ടത്തില്ല, മക്കളോട് മിണ്ടാറില്ല, മകന്റെ മുഖത്ത് നോക്കി കിട്ടുന്ന ചിരിക്കുക പോലുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, ഉമ്മയ്ക്ക് ഫോൺ താഴെ വെക്കണ്ടേ, നാട്ടുകാരുടെ കഥകൾ മുഴുവനും കേൾക്കണ്ടേ, വല്ലവരുടെയൊക്കെ കാര്യങ്ങൾ തീർക്കണ്ടേ. ഈ 15-കാരിയുടെ മനസ്സിന്റെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയമില്ലല്ലോ. നീ കല്യാണത്തിന് പോകുമ്പോ പോലും മോളെ കൊണ്ടുപോകത്തില്ല. ഈ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞ, ഉസ്താദേ, എന്റെ ഉമ്മ ഒരു സ്ഥലത്ത് പോകുമ്പോഴും എന്നെ കൊണ്ടുപോകാറില്ല, ഒരൊറ്റ ഫംഗ്ഷനിൽ പോലും കൊണ്ടുപോകാറില്ല. കാരണം എന്ത്? ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് നാണക്കേടല്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു മകളുണ്ടെന്ന് പറഞ്ഞാൽ ഇവൾ ഇന്ന് 22-കാരിയെ പോലെ നടക്കണേ. പെണ്ണുങ്ങൾക്ക് നാണക്കേടാ. സ്വന്തം മകളെ കൂടെ കൊണ്ടുപോയാൽ ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് അറിയുന്നത് മാനക്കേടായി കാണുന്നു. എടാ, ഇന്ന് പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എടാ, മകളും ഉമ്മായും കൂടെ പോകുമ്പോ ഇത് മകളാണോ എന്ന് വെച്ചാൽ നാണക്കേടാ, ആ സ്ഥാനത്ത് അനിയത്തിയാണോ എന്ന് വെച്ചാൽ വലിയ സന്തോഷമാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം മകളും ഉമ്മായും കൂടെ പോകുമ്പോ ചുമ്മാതൊന്ന് ചോദിച്ചു, അനിയത്തി, എന്റെ മോള് അനിയത്തി, അങ്ങനെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ പിന്നെ ആരുടെ കാര്യം? നീ നിന്റെ മോന്റെ കാര്യം കേൾക്കണം, അവന്റെ സങ്കടം കേൾക്കണം. അല്ലാതെ നീ പറയുന്നത് മാത്രമേ വീട്ടിൽ നടക്കാൻ പാടുള്ളൂ. അത് പണ്ടത്തെ കാലം. കാലമൊക്കെ മാറി. പണ്ട് വീടിനിങ്ങനെ നീ ആയിരുന്നു വീട്ടിലെല്ലാം, അതുകൊണ്ട് നീ പറയുന്നത് മാത്രമേ വീട്ടിൽ നടക്കൂ. ഇന്ന് അങ്ങനല്ല. ആ കുട്ടികൾക്കും അവകാശമുണ്ട് പറയാൻ. അവരുടെ അവകാശം കൂടെ കേൾക്ക്. നല്ലതാണെങ്കിൽ കേട്ടാ മതിയല്ലോ. എടാ, നിന്റെ മകന് പഠിക്കണം, അവൻ എന്ത് പഠിക്കണം അത് ചോദിക്കാനുള്ള അവകാശം നിനക്കുമുണ്ട്, അത് പറയാനുള്ള അവകാശം അവനുമുണ്ട്. വാപ്പ, എനിക്ക് ഇന്നത് പഠിക്കണം, അവന്റെ ആഗ്രഹം കേൾക്ക്. ഒരു പെണ്ണിന്റെ കല്യാണം വരുന്നു, അവളോട് ചോദിക്കും അവളുടെ അഭിപ്രായം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കളെ കൂടെ പരിഗണിക്കണം. ഞാനിപ്പോ എന്റെ മകനോട് ചോദിച്ചു, എന്താടാ നിന്റെ ആഗ്രഹം? എന്റെ മകനോട് ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? അവൻ പറഞ്ഞു, ഉപ്പ, എനിക്ക് പോലീസുകാരനാവണം, വെടി കൊണ്ടതുപോലെ വിചാരിക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താന്ന്? ഒരുത്തം പറഞ്ഞു, എനിക്ക് ഒന്നാമത് ഒരുത്തം പറഞ്ഞു പോലീസുകാരനാകണം. രണ്ടാമത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം? എനിക്ക് പൈലറ്റ് ആകണം പാപ്പ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തവനോട് ചോദിക്കാൻ നിന്നില്ല. ഈ രണ്ടും നടക്കുമോ ഇല്ലയോ എന്നല്ല. എന്റെ മക്കൾ അത് പറഞ്ഞപ്പോൾ ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറായി. വേണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ ആ മക്കളോട് പറഞ്ഞു, നിങ്ങൾ പോലീസോ പൈലറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ വാപ്പായ്ക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഹാഫിളീങ്ങളാകണം. വാപ്പാടെ ആഗ്രഹം ഹാഫിൾ ആയി കഴിഞ്ഞ് നീ ആര് വേണമെങ്കിലും ആയിക്കോ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നീ ആലിമ ഹാഫിളാകണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിക്കണം. അള്ളാഹു എന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഒരാമി പറ, അള്ളാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അത് പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ തയ്യാറായി, അവൻ പഠിക്കാൻ പോയി. നമ്മളുടെ മക്കളുടെ അഭിപ്രായം തെറ്റാണോ പറയുന്നത്, അവന് തിരുത്തി കൊടുക്കുക, അതാ ചെയ്യേണ്ടത്. അസ്സലാമലൈക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. സിറാജ് കാസിം വാളും നല്ല നല്ല വാളാണ്. എല്ലാവരും നോക്കണം. നല്ല നല്ല ബിസിനസ് വാള്. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് കൊണ്ട് ഒത്തണം, പിന്നെ ബെല്ലൈക്കൺ ഒത്തണം. പിന്നെ എല്ലാം വലിയ വീഡിയോസ് എല്ലാം നോക്കണം പ്ലീസ്. നിങ്ങൾ സപ്പോർട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കണം, മാക്സിമം ഷെയർ ആക്കണം, മാക്സിമം. പിന്നെ എൻ്റെ ടൈമെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റ് എല്ലാം മെയിൻ. പ്ലീസ് സപ്പോർട്ട് വേണം മെയിനായിട്ട്. ഓക്കെ.